ധർമ്മേന്ദ്ര പ്രധാനെ തെറിപ്പിച്ചിട്ടും CJPയുടെ പേര് പറയാൻ അറച്ചു കോൺഗ്രസ്. CJPയുടെ സമരവിജയത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും CJP എന്ന വാക്ക് ഉച്ചരിക്കാൻ KC വേണുഗോപാൽ തയ്യാറായില്ല. CJPയുടെ വളർച്ചയിൽ ആശങ്കയില്ല എന്ന് KC പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യുവതയുടെ പോരാട്ടമാണ് നടന്നത് എന്ന് KC വേണുഗോപാൽ വിശദീകരിച്ചു. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം പോരാട്ടമല്ല. എന്ന് വെച്ച് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ കുറച്ച് കാണുന്നുമില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ജന്തർ മന്ദറിൽ എത്താനോ CJPയെക്കുറിച്ച് പരാമർശം നടത്താനോ രാഹുൽ ഗാന്ധി അടക്കം മുൻനിര കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നുമില്ല. വിവരങ്ങളുമായി അമൽ ആണ് ചേരുന്നത്. അമൽ, എന്തായാലും ഇപ്പോൾ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയുടെ സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. CJP എന്നുള്ള വാക്ക് അവർ ഉന്നയിക്കുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ദ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിലും വലിയ പ്രതിഷേധം മോദി സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും CJP എന്നുള്ള പാർട്ടിയുടെ ആ പേര് പരാമർശിക്കുന്നില്ല. KC വേണുഗോപാലും ഇന്നിപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് പറയുന്നത്. എന്താണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്? ജന്തർ മന്ദറിലുണ്ടായ പ്രതിഷേധ സമരങ്ങളിൽ CJPയുടെ ഭാഗത്തുനിന്നുണ്ടായ സമാനതകളില്ലാത്ത സമരത്തെ തുടക്ക സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്ന വിമർശനങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരം നേടിയിരുന്നതാണ്. അന്ന് അതിനോട് മറുപടി പറയാതിരുന്ന് പിന്നീട് CJPയുടെ സമരത്തിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനന്റെ രാജി എന്ന പ്രധാന ലക്ഷ്യം നേടിയ ശേഷം അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളും നേടിക്കഴിഞ്ഞതിന് ശേഷവും CJP എന്നൊരു പേര് എടുത്തു പറയുവാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് ആശ്ചര്യജനകമായിട്ടുള്ള കാര്യമെന്ന് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഈ സമരത്തിലെ വിജയത്തിന് ശേഷം പറഞ്ഞ വാക്കുകളിൽ പ്ലാറ്റ്ഫോം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതേ വാക്ക് തന്നെയാണ് സോണിയാഗാന്ധി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത്. ഇപ്പോഴിതാ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഇതേ ഒരു അഭിപ്രായം തന്നെയാണ്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. CJP എന്ന പേര് എടുത്ത് ഊന്നി പറയുന്ന ഒരു സമീപനം KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ കാണേണ്ടത്. ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് CJPയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടിക്ക് വലിയ രീതിയിൽ BJPയെ പോലെ തന്നെ ആശങ്കകൾ ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവരുടെ പ്രസ്താവനകളിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിസിബിലിറ്റി കൊടുക്കാത്തതിൽ നിന്ന് അത് തന്നെയാണ് വ്യക്തമാകുന്നതും. പക്ഷേ KC വേണുഗോപാൽ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ മാത്രം പ്രതിഷേധമായിരുന്നില്ല. കുറേ കൂട്ടായ്മകളുടെ, അതായത് കുറേയധികം സംഘടനകളുടെ യുവാക്കളുടെ ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ വിജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഈ ഒരു സമരത്തിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുവാൻ വേണ്ടി ചില പ്രതിപക്ഷ കക്ഷികളെല്ലാം ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല ഹാൻഡിലുകളിൽ നിന്നായിട്ട് ഉണ്ടാകുന്നതും ഈ സമീപ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇത്തരത്തിൽ വിജയത്തിന് ശേഷവും CJP എന്ന പേര് പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ് KC വേണുഗോപാൽ ചെയ്യുന്നത് എന്നത് നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തുടർച്ചയായി നമ്മൾ ചോദിച്ചതിന് ശേഷവും CJP എന്നൊരു കാര്യം അദ്ദേഹം പറയുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം. പക്ഷേ KC വേണുഗോപാൽ പറയുന്നു തങ്ങൾക്ക് ആരെക്കുറിച്ചും ആശങ്കയില്ല, പ്രത്യേകിച്ചും CJPയുടെ വളർച്ചയിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസമുണ്ട് എന്നും KC വേണുഗോപാൽ പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിൽ ചില കാര്യങ്ങളിൽ തങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. 9:45 മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിലായിരിക്കും ഇതിൽ കൂടുതലായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുക. ഈ പ്രതിഷേധം അവസാനിച്ചുവെങ്കിലും പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ലഭിച്ചുവെങ്കിൽ തന്നെയും ഈ പ്രതിഷേധക്കാർക്കെതിരെ ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ട് അല്ലെങ്കിൽ മർദ്ദനം, ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ആരുടെ അനുവാദത്തിന്മേലാണ് ഈ പ്രതിഷേധക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് ആക്രമണം ഉപയോഗിക്കുവാൻ ഈ ഡൽഹി പോലീസിന് സാധിച്ചത്? ആരാണ് ഡൽഹി പോലീസിന് ഇവർക്ക് മർദ്ദിക്കുവാനുള്ള അനുമതി കൊടുത്തത്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇതുവരെയും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്നൊരു ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മോദി മാപ്പ് പറയണം എന്ന് പരസ്യമായി തന്നെ KC വേണുഗോപാൽ ആവശ്യപ്പെടുകയും പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുകയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 വീഡിയോകൾ, 2 റീലുകൾ ഇൻസ്റ്റഗ്രാമിൽ അർദ്ധരാത്രി നരേന്ദ്രമോദി ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ
വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമമാണ് മോദിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതല്ല, നിരുപാധികം ഈ കുട്ടികളെ മർദ്ദിച്ചതിന്, തല്ലിച്ചതച്ചതിന്, പേപ്പട്ടികളെ പോലെ തെരുവിലിട്ട് വലിച്ചിഴച്ചതിന് മറുപടി പറയണം, മാപ്പ് പറയണം മോദി എന്നാണ് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൂടി വിശദീകരണം വരുന്നതെന്ന് പറയുന്ന കെ.സി. വേണുഗോപാൽ നാളെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇതിന്മേൽ, അതായത് ഒരു ബില്ല്, ഈ നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് സർക്കാർ കൊണ്ടുവരുമെന്ന് പറയുന്നു. അതിന്റെ ശിക്ഷാവിധികളും മറ്റുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിൽ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിലും നാളെ തീരുമാനമുണ്ടാകും.